പ്രസിഡന്റ് നാട്ടകം സുരേഷ് കൂടി നമുക്കിപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ സുരേഷ്, അങ്ങ് കേൾക്കാമോ? കേൾക്കാം. അങ്ങ് ഇപ്പോൾ ഈ ആശുപത്രിയിലുണ്ടോ? ഞാൻ ആശുപത്രിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞാൻ വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. എന്താണ് ശ്രീ നാട്ടകം സുരേഷ് അവിടെ സംഭവിച്ചത്? അവിടുത്തെ കാഴ്ചകൾ കണ്ട് അങ്ങേക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇത് പിന്നെ മുന്നറിയിപ്പിനെ അവഗണിച്ചു. ഈ കെട്ടിടം വളരെ കാലപ്പഴക്കമുള്ളതാണെന്നും ഇവിടെ അപകടമുണ്ടാകുമെന്നും പിന്നെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ്. എന്നാൽ ആ മുന്നറിയിപ്പിനെ പൂർണ്ണമായിട്ടും അവഗണിച്ച് ഫലമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം പല എം എൽ എ ആയ സഹകരണ വകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഇവിടെ നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ രോഗികളൊന്നും ഇല്ലാന്നാണ്. അടച്ചിട്ടിരിക്കുകയായിരുന്നുവെങ്കിൽ, രോഗികളില്ലായിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ 4-5 ആളുകൾക്ക് അപകടം ഉണ്ടാകുന്നതും ഒരാളിപ്പോ മരണപ്പെട്ടതായി പിന്നെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അടച്ചിട്ടിരിക്കുന്നതിനകത്ത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അവിടെ രോഗികളെ ഇപ്പോഴും കിടത്തി ചികിത്സിക്കുന്നുണ്ട്. ആ രോഗികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് അവിടെ പിന്നെ ശൗചാലയത്തിൽ ഉണ്ടായിരുന്നത്. അവർക്കാണ് ഇപ്പൊ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഒരാൾ മരണപ്പെട്ടു. ഈ ബിൽഡിങ്ങിനോട് ചേർന്നാണ് ന്യൂറോയുടെ ഓപ്പറേഷൻ തിയേറ്റർ. വലിയ വില കൂടിയ ഉപകരണങ്ങളെല്ലാം ഉണ്ട് അവിടെ ഓപ്പറേഷൻ നടക്കുന്നതാണ്. ഈ കെട്ടിടം എത്രയോ കാലപ്പഴക്കമുള്ളതാണ്. ഈ കെട്ടിടം തന്നെ സൂചന നൽകിക്കൊണ്ടിരുന്നു, എന്നെ കൊണ്ട് ഇത് പറ്റുകയില്ല, താങ്ങാൻ പറ്റുകയില്ലെന്ന് കെട്ടിടം സൂചന നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. 6 മാസം മുമ്പ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണിട്ട് ഒരു ചെറിയ ഭാഗം അടർന്നു വീണിട്ട് 3 ആളുകൾക്ക് നല്ല നില പരിക്കുണ്ടായി. ഇന്നലെ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്ന് ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് പ്ലാസ്റ്റർ ചെയ്ത ഒരു ഭാഗം അടർന്നു വീണിട്ട് ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ആയുസിന്റെ വലിപ്പം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടതേ ഉള്ളൂ. തലനാരിഴക്കാണ് അപകടത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഈ അപകടം ഉണ്ടായപ്പോഴാണ് ഈ കെട്ടിടത്തിന്റെ അതിന്റെ ശോചനീയാവസ്ഥ എത്രത്തോളമാണെന്നുള്ള കാര്യം നമുക്കൊക്കെ മനസ്സിലാവുന്നത്. കാരണം ഇപ്പോ അവിടെ നിന്നും വരുന്ന ആ പൊളിഞ്ഞ കെട്ടിടത്തിന് ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അതിന്റെ റൂഫൊന്നും ഇല്ലെന്ന്, എല്ലാ ഭാഗവും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. എല്ലാം ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ നേരത്തെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആശുപത്രി വികസന സമിതി ഈ കാര്യം ഞങ്ങളുടെ മെമ്പർമാര് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആർപ്പുക്കര ഗ്രാമപഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടവര്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ ചൂണ്ടിക്കാണിച്ചാൽ വരുന്ന കുഴപ്പം എന്താ? അവരെ പിന്നെ അങ്ങ് ഒഴിവാക്കുക. അതാണ് ഇപ്പൊ നടക്കുന്നത്. 2.5 വർഷമായി ഒരു മെഡിക്കൽ കോളേജിന്റെ വികസന സമിതി ചേർന്നാൽ എന്താ ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോ ചൂണ്ടിക്കാണിച്ചിട്ടൊന്നും ഒരു രക്ഷയും. ഏറ്റവും വലിയ രസം, പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ച് കിടക്കാണ്. ഇനി അതായത് ഈ അവിടെ നടക്കുന്ന ക്രമക്കേടുകൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടുന്നവരെ വെട്ടിനിരത്തുന്ന ഒരു സമീപനമാണ് അവിടെ, അല്ലേ? അത് തന്നെ ഇപ്പം പിന്നെ വികസന സമിതി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ കമ്മിറ്റി വിളിക്കാൻ തയ്യാറാകുന്നില്ല. ആ കമ്മിറ്റി മന്ത്രിക്ക് സമയമില്ലെന്നാ പറയുന്നത്. മന്ത്രിക്ക് സമയമില്ല, പിന്നെ ഇവിടെ ഒന്നും നടക്കണ്ടേ? മന്ത്രിക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. മന്ത്രിക്ക് സമയമില്ലെന്നാ പറയുന്നത്. ഇവിടെ പുതിയ കെട്ടിടത്തിന്റെ ഇനി ഒരു 10% കൂടിയേ ഉള്ളൂ. ചെറിയ പിന്നെ വർക്കും കൂടെ തീരാനുള്ളൂ. അതൊക്കെ 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടോ തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് തീർക്കാതെ ഇട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോ വലിയ ഉദ്ഘാടനമൊക്കെ നടത്തി അടുത്ത തെരഞ്ഞെടുപ്പിന് ഈ സ്ഥല എം എൽ എക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിന് നേരിടണം. അപ്പൊ വലിയ ഉദ്ഘാടനമൊക്കെ നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് ആ കെട്ടിടത്തിലേക്ക് ഈ വാർഡുകളിൽ മാറ്റാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ബോധപൂർവമായി ഡിലേ വരുത്താൻ ഇപ്പൊ ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകാനായിട്ടുള്ള കാരണം അതാണ്. ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഈ തകർന്നു വീണ കെട്ടിടം കണ്ടു, അതിന്റെ ഈ പൊളിഞ്ഞു വീണ ഭാഗമൊക്കെ അവിടെ നീക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ നിലനിൽക്കുന്ന ഭാഗത്തിനും ഈ പൊളിയാത്ത ബാക്കി അവിടെ നിൽക്കുന്ന ഭാഗവും അപകട ഭീഷണി തന്നെ ജനിപ്പിക്കുന്നതല്ലേ? ഇതേ അവസ്ഥ തന്നെയാണ്. ബാക്കിയും കൂടെ വീണാൽ ഇപ്പൊ തന്നെ ഭാഗ്യം കൊണ്ട് വലിയ ഒരാള് മരണപ്പെട്ടു. വലിയ ഒരു പ്രയാസമുള്ള കാര്യമാണ്. ഒരു വലിയ ദുരന്തമാണത്. പക്ഷെ കൂടുതൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാതെ വന്നതൊരു ഭാഗ്യം കൊണ്ടെന്ന് കരുതിയാൽ മതി. ആ കെട്ടിടം ഒട്ടും ബലവത്തുള്ള കെട്ടിടമല്ല. ആ കെട്ടിടം എത്രയും പെട്ടെന്ന് ആ കെട്ടിടം അവിടുന്ന് പൊളിച്ച് നീക്കം ചെയ്യണം. പുതിയ കെട്ടിടത്തിലേക്ക് വാർഡ് മാറ്റണം. ഇപ്പൊ രാവിലെ തന്നെ ഈ മന്ത്രിമാര് പച്ച നുണ പറയായിരുന്നു ചാനലിന്റെ മുന്നിൽ നിന്നിട്ട്. അപ്പോ അതുകൊണ്ടാണ് ഈ പിന്നെ ഈ മറിഞ്ഞ് വീണ് കിടന്ന സ്ഥലം കൂടുതൽ
അവിടെ പരിശോധന നടത്താതിരുന്നത്? അങ്ങനെ ഒന്ന് പരിശോധന നടത്തി ആ മണ്ണ് ഇതെല്ലാം കല്ലും മണ്ണുമെല്ലാം നീക്കുമായിരുന്നെങ്കിൽ അതിനകത്ത് കിടന്ന് ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇത് ഇപ്പൊ ഈ മരണത്തിന് ഉത്തരവാദികൾ ഈ 2 മന്ത്രിമാരാണ്. അവരാണ് പറഞ്ഞത് ഇത് അവിടെ പ്രവർത്തിക്കുന്നില്ല, അവിടെ ആളുകളില്ല. തീർച്ചയായും ശ്രീ നാട്ടക സുരേഷ്, കാരണം അവര് സംസാരിക്കുന്ന സമയത്തും ഒരാൾ ആ മണ്ണിനടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഒരാളുടെ മരണം നമ്മൾ അറിയാൻ കാട്ടണത്. അപ്പൊ തെരച്ചിലിന് താമസം വരുത്തി, ഡിലേ വരുത്തിയത് മന്ത്രിമാരാണ്. തെരച്ചിൽ കുറേ കൂടെ നേരത്തെ ഊർജിതപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ ഈ വളരെയധികം നന്ദി ശ്രീ നാട്ടക സുരേഷ്, നമുക്കൊപ്പം ചേർന്നവരും പ്രതികരണം നടത്തിയതിനും.